ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. നീർദോശ, സീയപ്പം എന്നൊക്കെ പറയും. അതും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയും കൂടെയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയെന്നും എന്ത് ചെയ്തപ്പോഴാണ് അത് ആ ഒരു അബദ്ധം പിന്നെ ശരിയായതെന്നൊക്കെ ഉള്ളത് പറഞ്ഞു തരാം. അപ്പോൾ ഞാനതാ ഒരു മുട്ട റോസ്റ്റിനുള്ള മുട്ട ഒന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. പിന്നെ നമ്മൾ കഴുകിയതിന് ശേഷം രണ്ടായിട്ട് മുറിച്ചിട്ട് വീണ്ടും ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് കുക്കായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഒരു പാനൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് സിമ്മിലോട്ടൊന്ന് മാറ്റിയതിന് ശേഷം നമുക്കിനി ആ ഒരു നീർദോശയ്ക്കുള്ള പച്ചരി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ നന്നായിട്ടൊന്ന് കഴുകി വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ്. ഞാൻ ഇവിടെ ചമ്പാ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ വെള്ള പച്ചരിയോ അല്ലെങ്കിൽ അരിപ്പൊടിയിൽ പത്തിരിക്കുള്ള പൊടി ഉണ്ടല്ലോ അതെടുത്താലും വറുത്തപ്പൊടി അതെടുത്താലും മതിയാകും. അപ്പോൾ എന്നിട്ട് ഞാൻ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/4 കപ്പ് തേങ്ങയും ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തന്നെ തരിയാവാനായിട്ട് പാടില്ല. നന്നായിട്ടൊന്ന് അരച്ചെന്നെടുക്കാം. മാവ് അവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം പോലെ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് എടുക്കണേ. അങ്ങനെ ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാൽ തീരെ അങ്ങ് ഓവർ ലൂസാക്കാനും പാടില്ല. ഒരു ഇടത്തരം ഈ ഒരു പാകത്തിനൊക്കെ വേണം. നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഇതുപോലെ മാവിങ്ങനെ കോരി ഒഴിക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു പാകത്തിന് എടുക്കണേ. ഇതിലേക്ക് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഉടനെ തന്നെ ഇത് ചുട്ടെടുക്കാം. അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ സവാള ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. പാലും ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് തേയിലപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ചായ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. ഇനി ഇതാ നമുക്ക് ആ ഒരു സവാളയിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്തെടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് കറിവേപ്പിലാണ്, നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില തന്നെയാണ്. മരത്തിലുള്ള ആ ഒരു കറിവേപ്പില മരത്തിലുള്ള ഇല ഫുള്ളായിട്ടങ്ങ് ഒത്തിരി അങ്ങ് കേടായി പോയ സമയത്ത് ഞാൻ മൊത്തത്തിൽ മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ കുറച്ച് നല്ല ഇലകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. ആ ഒരു ഇലയാണ് ഇതിൽ ചേർത്ത് കൊടുത്തത്. അതും കൂടെ ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്തെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മതിയാക്കും മുളക് പൊടിയും കൂടി ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ മുട്ടയും കൂടെ ആ ഒരു തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് കഴുകിയെടുത്താണ്. ഒരു മുട്ടയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കുക. അപ്പം മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിൽ വേറെ സംഭവമൊന്നുമില്ല. ഇനി ഞാൻ അത് ആ ഒരു സീയപ്പം അല്ലെങ്കിൽ നീർദോശ ഒന്ന് ചുട്ടെടുക്കാൻ പോവുകയാണ്. അത് ഞാൻ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഇതുപോലത്തെ ഒരു പാൻ, ഒരു കാസ്റ്റിൻ്റെ പാനാണ് വെച്ച് കൊടുത്തത്. അതിലൊന്ന് കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മാവൊന്ന് കോരി ഒഴിച്ചതാണ്. ഇളക്കാൻ സമയത്ത് ഇളകുന്നില്ല, ഒട്ടി പിടിച്ചിരിക്കുകയാണ്. പിന്നെ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സമയമായതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അപ്പുറത്തെ സ്റ്റവിലോട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് വെച്ചിട്ട് അതിൽ പിന്നെ മാവ് ഒഴിച്ചിട്ടാണ് ചുട്ടെടുത്തത്. ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഈ ഒരു അയൺ പാനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എണ്ണ ഒന്ന് തടവിയാണ് നമ്മൾ സാധാരണ കഴുകി ഒന്ന് ചൂടാക്കിയതിന് ശേഷം എണ്ണ തേച്ചിട്ടാണ് മാറ്റി വെക്കുന്നത്. ഇതും അങ്ങനെ തന്നെയാണ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ ഇതിന് ഈ ഒരു പാൻ ഞാൻ യൂസ് ചെയ്തിട്ട് കുറേ നാളായി. സത്യം പറഞ്ഞാൽ ഈ ഒരു പാനിൽ ഞാൻ മെയിനായിട്ട് ഞാൻ ഫിഷൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യുന്ന ഒരു പാനാണ്. അപ്പോൾ അതിനെ കുറേ നാളായി യൂസ് ചെയ്തിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കൈക്കൊക്കെ ചെറിയൊരു വേദനയും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു ഇടക്കാലം ഒരു മാസത്തോളമൊക്കെ ഇത് വലുതായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. എങ്കിലും ഇടയ്ക്ക് എടുക്കുമായിരുന്നു. പക്ഷേ എങ്കിലും ഇതിനെ എടുത്തിട്ടില്ല. വേറെ പാനൊക്കെ എടുക്കുമായിരുന്നു. ഇതിനെ അങ്ങനെ ഉപയോഗിക്കാതെ കുറേ നാളങ്ങനെ ഇരിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പറ്റിയൊരു അബദ്ധമാണ് ഇത് ഇളകാതായിപ്പോയത്. പിന്നെ ഞാൻ കുറച്ച് നല്ലെണ്ണ കുറച്ച് പുല്ലോട്ട് ഒഴിച്ച് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തു. പിന്നെ ഒരു പകുതി സവാള ഒന്ന് മുറിച്ചിട്ട് അതും വെച്ച് നന്നായിട്ടൊന്ന് തേച്ച് വീണ്ടും ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ചൊന്ന് പിടിപ്പിച്ചതിന് ശേഷം മാവ് ഒഴിച്ചിട്ടൊന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇളകി കിട്ടും. അതിനിടയ്ക്ക് തന്നെ ഞാൻ നോൺ സ്റ്റിക്കിൽ മാവൊന്ന് ഒഴിച്ചിട്ട് ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നേ. അടച്ച് വയ്ക്കുന്നുണ്ട്. 2-3 സെക്കൻഡ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നല്ല പെർഫെക്റ്റാണ് കിട്ടുന്നത്. മാവ് വെള്ളമൊക്കെ നല്ല കറക്റ്റ് തന്നെയായിരുന്നു. ഒരു പ്രശ്നവുമില്ല, കൂടുതലുമില്ല കുറവുമില്ല, ഒരു കറക്റ്റ് പാകമൊക്കെ തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ കുട്ടികളുടെ മോൾ മാത്രമാണ് പോകുന്നത്. അപ്പോൾ അവൾക്കുള്ളത് ഞാൻ എടുത്ത് വെക്കാൻ കേട്ടോ പാത്രത്തിൽ.
അപ്പോൾ നിങ്ങൾ കാസ്റ്റ് അയണൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അയൺ പാനൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് എണ്ണ നന്നായിട്ട് കഴുകി തുടച്ച് വീണ്ടും ഒന്ന് ചൂടാക്കിയതിന് ശേഷം എണ്ണ തേച്ച് വെക്കണം. പിന്നെ നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഒന്നും കൂടെ എടുത്തൊന്ന് കഴുകി വീണ്ടും നന്നായിട്ടൊന്ന് ചൂടാക്കി എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെക്കുകയായിരിക്കും നല്ലത് കേട്ടോ. എങ്കിൽ നമുക്കിതുപോലെ കറക്റ്റായിട്ട് തന്നെ ഇളകി കിട്ടും. അപ്പോൾ അതാ നീർദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലുള്ള മുട്ട റോസ്റ്റും കൂടെ ഒന്ന് വെച്ചിട്ട് മോൾക്കുള്ളത് ഞാൻ കൊടുത്തു വിടുകയാണേ. ഞാൻ അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാനുള്ള, അതൊക്കെ ഒന്ന് കഴുകി വെക്കാനായിട്ടോ. പാത്രമൊക്കെ കഴുകി തരുന്നിട്ട് കൈയുടനെ തന്നെ അങ്ങ് സിങ്ക് കൂടെ ഒന്ന് കഴുകിയിടുകയാണെങ്കിൽ അതും ഒന്ന് ക്ലീനായിട്ട് കിടക്കും. പിന്നെ തുണി ഓൾറെഡി ഞാൻ വാഷിംഗ് മെഷീനിലൊന്ന് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടെ എടുത്തൊന്ന് അയ്യലൊന്ന് വിരിക്കാനായിട്ട് പോയതായിരുന്നു. അപ്പോൾ ഈ തുണികളൊക്കെ ഇങ്ങനെ ഒരുമിച്ചിട്ട് കഴുകുന്ന സമയത്ത് ബ്ലാക്ക് കളർ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ പഞ്ഞി പോലെ ഇരിക്കും, ഒട്ടിയിരിക്കും വേറെ നൂല് കണക്ക്. അപ്പോൾ അത് ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കാനായിട്ട് ചെയ്യുന്നത്. കഴുകിയിട്ട് ഒന്ന് അശയിലൊന്ന് വിരിച്ചാൽ മതിയാകും. ഇപ്പോൾ ഞാൻ തലയണ കഴുകാൻ പോവാണ്. തലയണ ഞാൻ ഓൾറെഡി മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഞാൻ തലയണ കഴുകുന്ന വീഡിയോ ഇനി തലയണ ഇനി എന്നാണ് കഴുകുന്നത് അന്ന് ഞാൻ വീഡിയോ ഇടാം എന്ന് പറഞ്ഞിട്ട് 6 മാസത്തിനൊക്കെ മുമ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലയണ കഴുകുന്നതിൻ്റെ വീഡിയോ കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾ ഏത് വാഷിംഗ് മെഷീനാണോ ഉപയോഗിക്കുന്നത് അതിൽ ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ ബ്ലാങ്കറ്റിൻ്റെ മോഡ് ഇട്ടിട്ടാണ് ഇതിൽ ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ തലയണ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ക്ലോറക്സും ഏതെങ്കിലും ഒരു ലിക്വിഡ്, നമ്മൾ തുണി കഴുകുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട് ബ്ലാങ്കറ്റ് മോഡിലിട്ടിട്ടാണ് ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു തലയണ കഴുകുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. കോട്ടൺ തലയണയിട്ട് കഴുകാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ പോളിസ്റ്റർ നൈലോണൊക്കെ ആണെങ്കിൽ ഓക്കെ ആണേ. പിന്നെ ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഒന്ന് റെഡിയാക്കിയിട്ടൊന്ന് കഴിക്കാൻ കേട്ടോ. അത് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വന്നപ്പം തലയണ കഴുകി തീർന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ വെളുത്തൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം അഴുക്കുണ്ടായിരുന്നു. ഒരു 6 മാസം കൂടുമ്പോഴാണ് ഞാൻ കഴുകുന്നത്. നല്ല വെയിലുള്ള സമയത്താണ് കഴുകുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വെറുത്തുവെച്ചൊന്ന് ഉണക്കിയൊന്ന് എടുക്കാം. തിരിച്ച് മറിച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ വെച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഈ ചിലരുടെ മുഖത്തേക്ക് ഈ മുഖക്കുരു ഒക്കെ വരുന്നത് തലയണയുടെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ തലയണക്ക് നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. പിന്നെ അതുപോലെ തന്നെ കോട്ടൺ തലയണ കഴുകാനായിട്ട് പാടില്ലേ. എങ്കിൽ അതിനടുത്തുള്ള പഞ്ഞിയെല്ലാം കൂടെ ഉരുണ്ടിങ്ങനെ ഒരു സൈഡിലോട്ട് പോയിരിക്കും. അവസാനം അത് കഴുകിയിട്ട് ഞാൻ പറഞ്ഞിട്ട് കഴുകിയെന്നൊന്നും ആരും പറയരുത്. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ഓറഞ്ച് ജ്യൂസൊക്കെ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഒക്കെ കുടിച്ച് പിന്നെ ഒരു വൈകിട്ട് കായപ്പാണ് തലേന്നെടുത്ത് അകത്ത് കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയും ഈ കുഞ്ഞു ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ബോറടിച്ചെങ്കിൽ വളരെയധികം താങ്ക്സ്.